എല്ലാവർക്കും ടേൺ ടു സക്സസ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ ആദ്യഘട്ടത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ്. പണിമുടക്കുകൾ നടത്താൻ രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ ഒരു സംഘമായിരുന്നു സോവിയറ്റ്. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. അതുപോലെ ബോൾഷെവിക്കുകളുടെ അന്തിമ ലക്ഷ്യം സോഷ്യലിസം സ്ഥാപിക്കുക എന്നതല്ല, അത് തെറ്റാണ്. കാരണം എന്നതായിരുന്നു, അതുകൊണ്ട് എന്നതല്ല എന്ന് പറഞ്ഞാൽ ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. ലെനിൻ സർക്കാരിൻ്റെ ആദ്യ പ്രവൃത്തി സമാധാന ഉത്തരവ് അംഗീകരിച്ചതായിരുന്നു. അതിലൂടെ റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിന് പിന്മാറി. ഈ പ്രസ്താവന എന്താണ്? തെറ്റാണ്. ഓക്കെ. അതുപോലെ നാലാമത്തെ, ഒന്നാം ലോക മഹായുദ്ധ വീണുപോയ ഒരേ ഒരു രാജവംശമാണ് ഇത്, റോമനോവ് രാജവംശം. അത് ശരിയാണ്. അപ്പോൾ ഏതാണ്? 1ഉം 4ഉം ശരിയാണ്. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി ആണ് എന്ത് വരിക? ഉത്തരം വരിക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: കേരള ചരിത്രത്തെക്കുറിച്ചുള്ള സ്രോതസ്സുകളെ കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തതാണ്. അപ്പം നമ്മൾ ഇവിടെ അറിയുന്ന എല്ലാ പ്രസ്താവനയും ചിലപ്പോൾ നമുക്ക് അറിയണമെന്നില്ല. ഇവിടെ നമുക്ക് അറിയാവുന്ന പ്രസ്താവന ഒന്നാമത്തെ പ്രസ്താവന നമുക്കറിയാം. ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച തുഹ്ഫത്തുൽ മുജാഹിദീൻ അല്ലേ, ആ പ്രസ്താവന ശരിയാണ്. അത് ശരിയെന്ന് കിട്ടും, ഒന്ന് ശരിയെന്ന് കിട്ടും. അതുപോലെ തന്നെ ഈ നാലാമത്തെ പ്രസ്താവന എടുത്തു. 14ാം നൂറ്റാണ്ടിൽ കൊല്ലം സന്ദർശിച്ച സ്പാനിഷ് സഞ്ചാരികളായിരുന്നു മാർക്കോപോളോയും നിക്കോളാസ് കോണ്ടി. നമുക്കറിയാം ഈ മാർക്കോപോളോ എന്തല്ല, ഈ പറഞ്ഞ സ്പാനിഷ് സഞ്ചാരി അല്ല, ഇറ്റാലിയനാണ്. അപ്പം ഈ 4 എന്താണ്? തെറ്റാണ്. 4 എന്താണ്? തെറ്റാണ്. 1 ശരിയാണല്ലോ. അപ്പം 4 തെറ്റ് എന്ന് പറഞ്ഞാൽ സി ഉണ്ട്, ബി ഉണ്ട്. സിയും ബിയിലും 4 തെറ്റാണ്. അതുപോലെ നമുക്ക് 1 ശരിയാന്ന് കേട്ടോ. അപ്പോൾ 1ഉം 4ഉം ശരി എന്ന് പറഞ്ഞാൽ സി ഓപ്ഷൻ വരാൻ ചാൻസ് ഇല്ല. നമുക്ക് ഏത് ഉത്തരം കിട്ടും? ഓപ്ഷൻ ബി ആണ് അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക് സിറ്റുവേഷൻ വൈസ് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ കിട്ടും ഓപ്ഷൻ ബി എന്ത് വരും? ആൻസർ ആയിട്ട് വരും. ഓക്കെ. 1 ശരി എന്ന് പറഞ്ഞാലും 4 തെറ്റാന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഉത്തരം കിട്ടും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? 1920 ഓഗസ്റ്റ് 1 ഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. അത് ശരിയാണ്. ഹിന്ദുക്കൾക്കിടയിലെ തൊട്ടുകൂടായ്മ നീക്കം ചെയ്യലും ഹിന്ദു മുസ്ലിം ഐക്യം, അതും ശരിയാണ്. അതുപോലെ ഏത് വിധേനയും സ്വയം ഭരണം നേടിയെടുക്കുക, അങ്ങനെ ഒരു ലക്ഷ്യമൊന്നും ഏതിനുണ്ടായിട്ടാണ്? നിസ്സഹകരണ പ്രസ്ഥാനത്തിനുണ്ടായിട്ടാണ്. ഇത് തെറ്റാണ്. മൂന്നാമത്തെ എന്താണ്? തെറ്റാണ്. അതുപോലെ തന്നെ ചൗരി ചൗര സംഭവം നിർത്തിവെക്കാൻ കാരണമായി എന്നൊക്കെ പഠിച്ചത്. അപ്പോൾ അതാണ് 3 മാത്രമാണ് ഇതിൽ തെറ്റ് വരിക. അപ്പോൾ ഓപ്ഷൻ 1, 2, 4 എന്താണ്? 1, 2, 4 എന്താണ്? ശരിയാണ്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക, രാഷ്ട്രങ്ങൾക്കിടയിൽ സൗഹൃദബന്ധം വളർത്തിയെടുക്കുക, അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുക, മനുഷ്യാവകാശങ്ങളോടും മൗലിക സ്വാതന്ത്ര്യം. അറിയാം, നമുക്ക് വായിച്ചു നോക്കിയാൽ തന്നെ കിട്ടും ഏതാണ്. എല്ലാ പ്രസ്താവനകളിൽ പറഞ്ഞവയെല്ലാം എന്താണ്? ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്. കേരളത്തിലെ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഇനിയുള്ള പ്രസ്താവനകൾ ഏതാണ് തെറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഞ്ചാമത്തെ, 1903 ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചു. അത് ശരിയാണ്. 1905 ഡോക്ടർ പൽപ്പു ആണ് സാധുജന, അത് തെറ്റാണ്. സാധുജന പരിപാലന സഭ 1907 ആരാണ്? അയ്യങ്കാളിയാണ് സ്ഥാപിച്ചത്. അപ്പം നമുക്ക് ബാക്കി വായിക്കേണ്ട ആവശ്യമില്ല. തെറ്റായ പ്രസ്താവന പറയുമ്പോൾ ഏത് കിട്ടും? ഓപ്ഷൻ ബി ആണ് വരിക. ആറാമത്തെ ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ ഏതാണ് 1857 കലാപത്തിൻ്റെ ഫലമായി ഉണ്ടായതെന്ന് പറയുന്നത് അല്ലേ? ബ്രിട്ടീഷ് പാർലമെൻറ്റ് ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കി. അത് ശരിയാണ്. അതുപോലെ തന്നെ എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ച് ബ്രിട്ടീഷ് രാജ്ഞി എന്ത് ചെയ്തു? ഭരണം ഏറ്റെടുത്തു. അതും എന്താണ്? ശരിയാണ്. ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന പദവി വന്നു. അതും ശരിയാണ്. സാമുദായിക പ്രാതിനിധ്യം ഡയാർക്കിയും നിലവിൽ വന്നു. അത് തെറ്റാണ്. അതപ്പോൾ ഏതാണ്? 4 തെറ്റാണ്. 1, 2, 3 ശരിയാണ്. അപ്പോൾ ഏതാണ് ഉത്തരം വരിക? ഓപ്ഷൻ സി ആണ്. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ: താഴെ പറയുന്ന കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ ഏതൊക്കെയാണ് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ നമുക്ക് നോക്കാം. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി ശരിയാണല്ലേ. അത് ഈ 2ാം ലോക മഹായുദ്ധാനന്തരം ഉണ്ടായതിനെയാണ് നമ്മൾ എന്ത് പറയുക? ശീതയുദ്ധം എന്ന് പറയുക. അപ്പോൾ അത് ശരിയാണ്. 1 ശരിയാണ്. പോൾ ഹാർബർ ആക്രമണം അല്ല, അത് 2ാം ലോക മഹായുദ്ധ കാലത്ത് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് അത് പെടൂല. വിയറ്റ്നാം യുദ്ധം അതിനുശേഷം ഉണ്ടായത് അത് പെടും. നാറ്റോയുടെ രൂപീകരണം പെടും. മ്യൂണിക്ക് സമ്മേളനം എന്ത് ചെയ്യൂല? പെടൂല. ഓക്കെ, അതൊക്കെ അതിന് മുന്നേ വരുന്നതാണ്. അപ്പോൾ ഏതാണ്? 1, 3, 4 ആണ്. ഓപ്ഷൻ എ ആണ് എന്ത് വരിക? ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ എ ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ: മുഗൾ വാസ്തുവിദ്യയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരി? അല്ലേ, ഫത്തേപൂർ സിക്രി കോട്ട സമുച്ചയം നിർമ്മിച്ചാൽ ഷാജഹാൻ ആണോ? അല്ല, അത് തെറ്റാണ്. കോട്ടയിലേക്ക് ഉയർന്ന കവാടം ബുലന്ദ് ദർവാസ, അതും തെറ്റാണ്. ഡൽഹി മോത്തി മസ്ജിദ് നിർമ്മിച്ച ജഹാംഗീറാണ്. ഈ എല്ലാ പ്രസ്താവനയും എന്താണ്? ഈ 3 എന്താണ്? തെറ്റാണ്. അപ്പം എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. തന്നിരിക്കുന്നതിൽ ഒന്നും എന്തല്ല? ശരിയല്ല. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരിക. 9ാമത്തെ ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ ഏതാണ് 1947 സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമല്ലാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഭാഗം അല്ലാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അപ്പോൾ മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നിയമം പാസ്സാക്കിയത്. അതെന്താണ്? ശരിയാണ്. 1947 ഓഗസ്റ്റ് 1 ഇന്ത്യയെ സ്വതന്ത്രവും പരമാധികാരവുമായ ഒരു രാജ്യമായി പ്രഖ്യാപിച്ച നിയമം, അതും ശരിയാണ്.
ബ്രിട്ടീഷ് രാജാവ് നിയമിക്കേണ്ട ഗവർണറിൻ്റെ ഓഫീസ് ഓഫ് ദി നിയമം ഇത് സ്ഥാപിച്ചു. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ് ആക്ച്വലി. പിന്നെ അതെന്താണ്? ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ഡൊമിനിയനിൽ ചേരണമെന്ന് ഈ നിയമം നിർബന്ധം പിടിച്ചു. ഓപ്ഷൻ ഭാഗമല്ലാത്ത നോക്കിയാണ് ഓപ്ഷൻ ബി ആണ്. 3 മാത്രമാണ് എന്ത് ചെയ്തതിൻ്റെ ഭാഗമല്ലാത്തത് വരിക. 10ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതാക്കൾ? ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരപിള്ള, സി വി കുഞ്ഞിരാമൻ നായർ. ഈ പറഞ്ഞ എല്ലാ ആൾക്കാരും ഉൾപ്പെടെ. അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവ എല്ലാം ഓപ്ഷൻ ഡി. നമുക്കറിയാം ഇതിലെ ക്വസ്റ്റ്യൻസ്, ജോഗ്രഫിയിലെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ എല്ലാം വലിയ വലിയ പ്രസ്താവനകളാണ്. പൊതുവേ നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലിയർ ആവണമെന്നില്ല, കുറച്ചും കൂടി മനസ്സിലാവുക ഇംഗ്ലീഷ് വായിക്കുമ്പോഴായിരിക്കും മനസ്സിലാവുക. അതുകൊണ്ട് ഞാനിത് വായിച്ച് സമയം കളയുന്നില്ല. ഇതിൻ്റെ ആൻസേഴ്സ് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുക, പറഞ്ഞു പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് കുറേ വായിക്കാൻ കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ 11ാമത്തെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് വരിക. 12ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ, 12ാമത്തെ, ഭാരതീയ മൺസൂണിൻ്റെ തീവ്രതയും വ്യത്യാസവും എന്താണ് നിർണ്ണയിക്കുന്നത്? താഴെ പറഞ്ഞ ഏതാണ് ഏറ്റവും ഉചിതമായ വിശദീകരണം ചോദിച്ചാൽ ഏതാണ് വരിക? അതേതാ വരിക? 12ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി. തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്ക് കിഴക്കൻ മൺസൂണും പരസ്പരം ബന്ധമില്ലാതെ വ്യത്യസ്ത പ്രതിഭാസങ്ങളാണ്. അവ പ്രാദേശിക കാറ്റ് സിസ്റ്റം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അതേതാണ്? ഓപ്ഷൻ 12ാമത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് വരിക. പാലക്കാട് ചുരത്തിൻ്റെ പ്രാദേശിക കാലാവസ്ഥയിലും മനുഷ്യ പ്രവർത്തനങ്ങളുള്ള വിപുലമായ സ്വാധീനം, അത് ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഏതാണ്? 13ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ഇത് കാലാവസ്ഥാ ഗേറ്റ് വേ ആയി പ്രവർത്തിക്കുന്നു. ഈർപ്പമുള്ള കാറ്റുകൾ മഴ വിതരണത്തെ സ്വാധീനിക്കാനും അതോടൊപ്പം സാമ്പത്തികവും ചരിത്രവുമായ ബന്ധങ്ങൾ രൂപപ്പെടുത്തുന്നു. ഇതാണ് ഏറ്റവും കറക്റ്റായിട്ടുള്ള ആൻസർ. 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ടോപ്പോഗ്രാഫിക് മാപ്പുകളുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രധാന പരിമിതികൾ ഏറ്റവും നന്നായിട്ട് വിവരിക്കുന്ന ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അതേതാ വരിക? ഈ പറഞ്ഞ അവ കൃത്യമായ ഉയരത്തിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നു. എന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഭൂപ്രദേശത്ത് ഉണ്ടാകുന്ന തത്സമയ മാറ്റങ്ങൾ അവയ്ക്ക് എന്ത് ചെയ്യില്ല, കഴിഞ്ഞേക്കില്ല. ഓപ്ഷൻ എ ആണ് എന്ത് ചെയ്യുക ഉത്തരമായിട്ട് വരിക. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിശാസ്ത്രപരമായ സമയപരിധിക്കുള്ളിൽ ഒരു ഭൂപ്രദേശത്തെ രേഖപ്പെടുത്തുന്നതിൽ കാലാവസ്ഥയും ഭൂരൂപീകരണ പ്രക്രിയകളും തമ്മിലുള്ള പരസ്പര ബന്ധം ഏറ്റവും നന്നായി വ്യക്തമാക്കുന്ന സാഹചര്യം താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 15ൻ്റെ ആൻസർ ഏതാ വരിക? 15 ഏതാണ് വരിക? ബി ആണ്. 15ൻ്റെ ആൻസർ ഏതാണ്? ബി ആണ് ഉത്തരമായിട്ട് വരിക. നമുക്കറിയാം ഈ പറഞ്ഞ ജോഗ്രഫി നോക്കുകയാണെങ്കിൽ താരതമ്യേന ഏറ്റവും കുറച്ച് ടഫായിട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ഡിഗ്രി മെയിൻസിൻ്റെ സ്റ്റാൻഡേർഡിലാണ് ജോഗ്രഫി എന്നുള്ള ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്ക് അത് കഴിഞ്ഞുള്ള എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനൊക്കെയാണ് താരതമ്യം നമുക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ. ഇത് നമുക്ക് അവിടെ മേക്കപ്പ് ചെയ്യാൻ പറ്റും. 16ാമത്തെ ക്വസ്റ്റ്യൻ, നീതി ആയോഗിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സത്യമായ പ്രസ്താവന ഏതാണ്? ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നീതി ആയോഗിൻ്റെ ചെയർമാനാണ്. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. അതുപോലെ തന്നെ എന്താണ്? പ്ലാനിംഗ് കമ്മീഷനെ പോലെ തന്നെ നീതി ആയോഗിന് സ്ഥിരമായ 5 വർഷത്തെ കാലാവധി ഉണ്ട്. അങ്ങനെയൊന്നുമില്ല, സ്ഥിരമായ 5 കാലം. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. അതുപോലെ നീതി ആയോഗിൻ്റെ ഭരണസമിതിയിൽ എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാരും ഉൾപ്പെടുന്നു. അത് ശരിയാണ്. 1ഉം 3ഉം ശരിയാണ്. നീതി ആയോഗ് ഒരു സ്വയം ഭരണം തെറ്റാണ്. എന്താണ്? അപ്പോൾ ഏത് ആൻസർ വരിക? 16ാമത്തെ ആൻസർ 1ഉം 3ഉം ശരി എന്നാണ് വരിക. 1ഉം 3ഉം ശരി. ഓപ്ഷൻ ബി ആണ് വരിക. അതുപോലെ നികുതി വരുമാനവും നികുതിയേതര വരുമാനങ്ങളും സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ എല്ലാ പ്രസ്താവനകളും വായിച്ചു നോക്കുക. മൊത്തത്തിൽ ചെറിയ രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും. നികുതി വരുമാനം വ്യക്തികളിൽ നിന്നും ബിസിനസ്സുകളിൽ നിന്നുമാണ് ലഭിക്കുന്നത്, എന്നാൽ നികുതി ഇതര വരുമാനം, ആ പ്രസ്താവന തെറ്റാണ്. നികുതി ഇതര വരുമാനം എന്ന് പറഞ്ഞാൽ ഫീസ്, ഈ പറഞ്ഞ എന്താണ് ഫീസ്, പലിശ, ഗ്രാൻഡ്, ഇതൊക്കെയാണ് നികുതി ഇതര വരുമാനത്തിൽ വരിക. അപ്പോൾ അതെന്താണ്? ആ പ്രസ്താവന തെറ്റാണ്. നമ്മളോട് ചോദിച്ചെന്താണ് ശരിയായ പ്രസ്താവന ചോദിച്ചില്ലേ? നികുതി വരുമാനം സർക്കാർ നിർബന്ധിതമായി അടക്കുന്ന നികുതിയുടെ വരുമാനം, ആ പ്രസ്താവന ശരിയാണല്ലോ. അതുപോലെ അതേസമയം നികുതിയേതര വരുമാനം സർക്കാർ സേവനങ്ങൾ, ഫീസ്, നിക്ഷേപങ്ങൾ എന്നിവ വഴി ലഭിക്കണം. ആ രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. നികുതി വരുമാനവും നികുതിയേതര വരുമാനം സർക്കാരിലേക്ക് നിർബന്ധിതമല്ല, നികുതിയാണ് എന്ത് ചെയ്യുക, നിർബന്ധിത പേയ്മെൻ്റ് ആയിട്ട് വരിക. അപ്പോൾ ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. നികുതിയേതര വരുമാനത്തിൽ എന്താണ്? പലിശ വരുമാനം ഉൾപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. പലിശ വരുമാനം ഉൾപ്പെടും, നികുതിയേതര വരുമാനം പലിശ വരുമാനം ഉൾപ്പെടും. അപ്പോൾ ഏതാണ്? 2 മാത്രമാണ് ഇവിടെ എന്ത് വരിക ശരിയായിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് എന്ത് ചെയ്യുക ആൻസർ വരിക. അപ്പോൾ 18ാമത്തെ ക്വസ്റ്റ്യൻ, വരുമാനക്കമ്മിയും ധനക്കമ്മിയും എന്നുള്ള വ്യത്യാസമാണ് ചോദിച്ചിട്ടുള്ളത്. ശരിക്കും ഇതിൽ ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യും ഏതൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. എന്താണ്? അപ്പോൾ 18ാമത്തെ ആൻസർ വരിക ഓപ്ഷൻ എ ആണ്. എന്താണ്? ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ ആണ് എന്ത് വരിക എൻ്റെ ഉത്തരമായിട്ട് വരിക. 18 റവന്യൂ കമ്മി ഉണ്ടാകും, റവന്യൂ വരുമാനവും റവന്യൂ ചിലവിനേക്കാൾ കുറയുമ്പോൾ. അതേസമയം റവന്യൂ കമ്മി പ്രതികരിക്കുന്നത് കടബാധ്യത കൂടാതെയുള്ള ആകെ. ഇത് നമ്മൾ മലയാളം വായിക്കുന്നതിനേക്കാൾ ഇംഗ്ലീഷ് വായിച്ചതിന് എന്ത് ചെയ്യും നിങ്ങൾക്ക് ക്ലിയർ. അപ്പോൾ 18ാമത്തെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ്.
ഈ രണ്ട് ക്വസ്റ്റ്യൻ അടുത്ത രണ്ട് ക്വസ്റ്റ്യൻ 19ഉം 20ാമത്തെ ക്വസ്റ്റ്യൻ താരതമ്യേന ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അല്ലെ നമുക്ക് കിട്ടി ആൻസർ ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. 19ാമത്തെ ആൻസർ എന്താണ് ദേശീയ വരുമാനം എന്ന് വെച്ചാൽ ഘടകമൂല്യത്തിൽ നിന്ന് NNP അറ്റ് ഫാക്ടർ കോസ്റ്റിൽ ഘടകമൂല്യത്തിലുള്ള ദേശീയ ഉൽപ്പന്നത്തിനാണ് നമ്മൾ എന്ത് പറയുക ദേശീയ വരുമാനം. ഓപ്ഷൻ സി ആണ് വരിക. അതുപോലെ ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഘട്ടാവോ അല്ലെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. ദാരിദ്ര്യ നിർമ്മാണം ഏതാണ് നമുക്ക് പറയാം, അതാണ് ഓപ്ഷൻ ഡി ആണ്. 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ താരതമ്യേന കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ താരതമ്യേന ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. കൂറുമാറ്റ നിരോധനവുമായി ബന്ധപ്പെട്ട് ശരിയായുള്ളത്. അപ്പോൾ ഒന്നാമത്തെ 1985 അത് ശരിയാണ്. 52ാം ഭേദഗതി നിയമം 10ാം ഷെഡ്യൂൾ എല്ലാം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരിക. 3 പ്രസ്താവനയും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് വരിക. 22ാമത്തെ ക്വസ്റ്റ്യൻ വകുപ്പ് വൽക്കരണത്തിൻ്റെ 4 അടിസ്ഥാനങ്ങൾ 4PS എന്നറിയപ്പെടുന്ന ഏതാണെന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? വകുപ്പ് വൽക്കരണം 4 4PS എന്നറിയപ്പെടുന്ന ഏതൊക്കെ ഉൾപ്പെടും? ഉദ്ദേശം ഉൾപ്പെടും, അതുപോലെ തന്നെ എന്താണ് സ്ഥാനക്കയറ്റം ഉൾപ്പെടില്ല, പ്രക്രിയ ഉൾപ്പെടും, അതുപോലെ ഇത് 4 അല്ലെ വ്യക്തികളും സ്ഥലവും ഉൾപ്പെടും. അപ്പോൾ ഏതാണ് വരിക? ഓപ്ഷൻ സി ആണ്. 1, 3, 4 ഓപ്ഷൻ സി. 2024 മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഇതൊക്കെ കറണ്ട് അഫെയറിൽ പഠിച്ചാണ്. നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ അല്ലേ. ഓപ്ഷൻ 1 വരിക. അപ്പോൾ എന്താണ് ഓൺലി 1 അല്ല. ഓപ്ഷൻ എ ആണ് വരിക. അടുത്ത ഇ ഗവേണൻസ് പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന ഏത് വകുപ്പാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ രൂപീകരിച്ചെന്ന് വെച്ചാണ് 1ഉം 2ഉമാണ് ശരി വരിക. ഏതാണ് 1ഉം 2ഉം? അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും ഭരണപരിഷ്കാരങ്ങളുടെയും പൊതുപരാതികളുടെയും വകുപ്പ്. അതായത് ഓപ്ഷൻ ബി 1, 2 എന്താണ് ശരിയാണ്. അതുപോലെ തന്നെ വിവരാവകാശ കമ്മീഷനിലെ സെക്ഷൻ 24 പ്രകാരം കേരള സർക്കാർ ചില സംഘടനകളെ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ വിവരങ്ങൾ നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. ഇത് ശരിക്കും 24 വകുപ്പിൽ പറയുന്നുണ്ട് എന്തിനൊക്കെയാണ് ഒഴിവാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ്. ഏത് സാഹചര്യങ്ങൾ അവർ വിവരം നൽകണം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അഴിമതിയും അതേപോലെ മനുഷ്യാവകാശ ലംഘനം 2ഉം 3ഉം. അപ്പോൾ ഏതാ ഒരു ഓപ്ഷൻ ബി ആണ്. ഓൺലി ബി ആൻഡ് 2. 26ാമത്തെ ക്വസ്റ്റ്യൻ ഭരണഘടനാ സംവിധാനത്തിൻ്റെ പരാജയത്തിൻ്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പ് ഏതാണ്? രാഷ്ട്രപതി ഭരണം നമുക്കറിയാം സംസ്ഥാന അടിയന്തര ആർട്ടിക്കിൾ 356 ഓപ്ഷൻ ബി ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മിനി റിവിഷൻ എന്നറിയപ്പെടുന്ന ഏതാണ്? ആർട്ടിക്കിൾ എത്രാം ഭേദഗതി എന്ന് വെച്ചാൽ 42ാം ഭേദഗതിയാണ്. ഓപ്ഷൻ സി. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 താഴെ പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ട് വെച്ചതാണ്? ഓപ്ഷൻ എ ആണ്. എന്താണ്? തൊട്ടുകൂടായ്മ. ആർട്ടിക്കിൾ 17 തൊട്ടുകൂടായ്മ. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഈസി ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ 29ാമത്തെ ക്വസ്റ്റ്യൻ 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ തിരിച്ചറിയുക. ഏതൊക്കെയാണ് വരിക? അതിൽ എന്തുൾപ്പെടില്ല? നമ്മുടെ ജമ്മു കാശ്മീരിൽ ഉൾപ്പെടില്ല, ബാക്കിയൊക്കെ ഉൾപ്പെടും. അപ്പോൾ ഏതാണ് വരിക? ഓപ്ഷൻ ബി ആണ്. 29 ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തത് എപ്പോഴാണ്? അത് ഓപ്ഷൻ സി. ഇതൊക്കെ സിമ്പിൾ. 1949 വന്നത് എപ്പോഴാണ്? അംഗീകരിച്ചത് നവംബർ 26 1949. അതുപോലെ തന്നെ നിലവിൽ വന്ന എപ്പോഴാണ്? 1950 ജനുവരി 26. ചിലപ്പോൾ അത് വായിക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം. പക്ഷേ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ, പൊതുവേ ബേസിക് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിൻ്റെ PG ആന്റണിക്കാണ്. 1973 ഏത് സിനിമക്കാണ്? ഓപ്ഷൻ എന്താ? MT സംവിധാനം ചെയ്ത നിർമ്മാല്യം എന്ന് പറഞ്ഞ സിനിമക്കാണ്. അമ്പ കേന്ദ്ര കഥാപാത്രം വരുന്ന സമകാലീന മലയാള നോവലാണ് ഏത്? സുഭാഷ് ചന്ദ്രൻ. ഏതാണ്? സമുദ്രശിലയാണ്. 32 ഏതാണ്? എ ആണ്. സമുദ്രശില. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് എവിടെയാണ് ആരംഭിച്ചത്? ഓപ്ഷൻ ബി ആണ്. എവിടെയാണ്? കൊടുങ്ങല്ലൂരാണ്. അതുപോലെ തന്നെ ഭയ കൗടില്യ ലോപങ്ങൾ വളർക്കില്ലൊരു നാടിനെ ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളേൻ്റെ മുദ്രാവാക്യമാണ്. ഓപ്ഷൻ ഡി ആണ് വരിക. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറയുന്ന ആരാണ്? കുമാരനാശാന്റെ ഏത് കൃതിയിലെ വ്യതിയാനം ചെയ്താണ്? ഓപ്ഷൻ 35ാമതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ചണ്ടാല ഭിക്ഷുകിയാണ്. ഏതാണ്? ചണ്ടാല ഭിക്ഷുകി. 36ാമത്തെ ക്വസ്റ്റ്യൻ ഏത് അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടാണ് കടമനിട്ടാൻ? ഓപ്ഷൻ സി ആണ്. ഏതാണ്? പടയണിയാണ്. നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണത്? അയ്യ വൈകുണ്ഠ സ്വാമികളാണ്. കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് ഇത് സമത്വ സമാജം. അടുത്ത ബംഗ്ലാദേശിൻ്റെ ദേശീയ കളി ഏതാണ്? ബംഗ്ലാദേശ് ദേശീയ കളി ഏതാണ്? കബഡിയാണ്. ഒളിമ്പിക് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം 1920 1920 ആന്റിവെർപ്പ് ഒളിമ്പിക്സിലാണ്. ലിബറോ എന്ന പദം ഏതാണ്? ലിബറോ എന്ന് പറഞ്ഞ പദം ഇതുമായി ബന്ധപ്പെട്ടെന്ന് വെച്ചാണ് ലിബറോ എന്ന് പറഞ്ഞ ഏതാണ്? വോളിബോളിലെ പദമാണ് ലിബറോ. താഴെ പറയുന്നവയിൽ ഏതാണ്
വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്കറിയാം. ഇതിൽ ഗൂഗിൾ ക്ലൗഡൊക്കെ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നതാണ്. അതൊരു വീഡിയോ ഇതല്ല. ഗൂഗിൾ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്ന സാധനമല്ല. അപ്പം 4 പിന്നെ മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ മീറ്റ്, ഈ സൂം ഇത് 2, 3 നമുക്ക് എന്തായാലും അറിയാം. അപ്പോൾ ഏതും കൂടിയാണ് 4 ഒന്നും കൂടി തന്നെ. അപ്പോൾ ഓപ്ഷൻ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ഓപ്ഷൻ ബി ആണ് എന്ത് ചെയ്യുക ഉത്തരമായിട്ട് വരിക. 42ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഓൺലൈൻ ഹരാസ്മെന്റ് ഏത് വിഭാഗത്തിൽ? സൈബർ ബുള്ളിങ് ആണ്. ഓപ്ഷൻ സി ആണ്. 42 ഏതാണ്? ഓപ്ഷൻ സി ആണ്. 43ാമത്തെ ക്വസ്റ്റ്യൻ ലാൻഡ്, വാൻ എന്നിവയെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാമാണ്? അപ്പോൾ ഒന്ന് വായിക്കാം. വാൻ ലാൻഡിനേക്കാൾ, വാൻ ആണല്ലോ വൈഡ് ഏരിയ നെറ്റ്വർക്കും ലോക്കൽ ഏരിയ. അപ്പോൾ വാൻ വാനേക്കാൾ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു, അത് ശരിയാണ്. പക്ഷേ ലാൻഡ് വാനേക്കാൾ എന്തുണ്ട്? വേഗതയുണ്ട് അല്ലേ? അപ്പോൾ ഏതാണ്? 1, 2 എല്ലാം 2 ഓപ്ഷൻസ് ആണ് കൊടുത്തത്. അപ്പോൾ 1, 2 ശരിയാണ് നമുക്ക് ഓൾറെഡി കിട്ടി. അപ്പോൾ ഇതിൽ വരുന്ന ഏതായിരിക്കും? 1, 2 മാത്രം. ഓപ്ഷൻ എ ആണ് ഉത്തരം വരിക. എന്നിട്ട് താഴെ പറയുന്ന സ്പ്രെഡ്ഷീറ്റ് അല്ലാത്ത ലിബ്രെ ഓഫീസ് കാൽക്ക് സ്പ്രെഡ്ഷീറ്റ് ആണ്, മൈക്രോസോഫ്റ്റ് എക്സൽ ആണ്, ആപ്പിൾ നമ്പേഴ്സ് ആണ്, ഗൂഗിൾ ഷീറ്റ് ആണ്. ഇതെല്ലാം എന്താണ്? സ്പ്രെഡ്ഷീറ്റ് ആണ്. അപ്പോൾ എന്താ വരിക? ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവ ഒന്നും അല്ല. അടുത്ത 45ാമത്തെ ക്വസ്റ്റ്യൻ ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഏതാണ്? മാഗ്നറ്റിക്. ഇതൊക്കെ PYQ ആണല്ലേ. മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ്. 46ാമത്തെ വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ അത് വായിക്കാൻ പോകുന്നില്ല. 46ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താ വരിക? 46ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. 1, 4, 5 എന്നിവ എന്താണ്? ശരിയാണ്. അതുപോലെ തന്നെ IUPAC ഫിസിക്സ് കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 47ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇതും വായിച്ച് സമയം കളയുന്നത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എൻ്റെ ആൻസർ 47ാമത്തെ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ എ ആണ്. 47ാമത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. അതുപോലെ 48ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചാൽ 2016 ആവർത്തന പട്ടികയിൽ 4 പുതിയ മൂലങ്ങൾ ചേർക്കപ്പെട്ടു. അങ്ങനെ ആവർത്തന പട്ടികയിൽ 7ാമത്തെ പീരീഡ് എന്ത് ചെയ്തു? പൂർത്തിയായി. താഴെ കൊടുത്തിരിക്കുന്ന മൂലകളിൽ ഇത് പുതുതായി ചേർക്കാത്ത മൂലകങ്ങളിൽ ഉൾപ്പെടാതെ എന്ന് വെച്ചാൽ മോസ്കോവി ഉണ്ട്, ഒഗാനസൻ ഉണ്ട്, ടെന്നസിൻ ഉണ്ട്. അപ്പോൾ ഏതാ ഇല്ലാത്തത്? ഓപ്ഷൻ ഡി ആണ്. 48 ലിവർ മോറിയം അതിൽ പെടുന്നില്ല. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 49ാമത്തെ ക്വസ്റ്റ്യൻ കൊടുക്കുക. ദേശീയ ബഹിരാകാശ ദിനത്തെ സംബന്ധിച്ച് ശരിയായ വാക്യങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ഒന്ന് എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ഒന്ന് ശരിയെന്ന് കിട്ടി. നമുക്ക് ആദ്യം എന്ത് കിട്ടി? 1 ശരിയെന്ന് കിട്ടി അല്ല, 1 ശരിയെന്ന് കിട്ടി. അതുപോലെ തന്നെ അപ്പം എന്താണ് ഈ പറഞ്ഞ 2 ഓപ്ഷൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. 1 ശരിയെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 ഓപ്ഷൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അല്ലേ? 2, 3 ശരിയാണ് ഒഴിവാക്കാം. ഈ പറഞ്ഞ 3 മാത്രം ശരി. അപ്പോൾ 2 ഓപ്ഷനിലോട്ട് നമ്മൾ ചുരുക്കി. ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കൽ ഇന്ത്യയുടെ ബഹിരാകാശ സഹായം എന്നതാണ് ഈ പറഞ്ഞ 2020 പ്രതിപാദനം. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. അത് തെറ്റാണ്. അത് അറിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇന്ത്യ ചന്ദ്രനിൽ അപ്പോൾ 1, 3 ശരി എന്നിട്ട് 1, 3 ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണക്കാണ് എന്ത് വരിക? ദേശീയ ബഹിരാകാശ. അപ്പോൾ 1, 3 ശരി കേട്ടോ. 1 ശരിയാണ്. അതുപോലെ ഏതാണ്? 3 ശരിയാണ്. അപ്പോൾ 1, 3 ശരി. 1, 3 ശരി. എന്തായാലും പിന്നെ 4ാമത്തെ ചൊവ്വയായിട്ട് ബന്ധപ്പെട്ടല്ല. ചൊവ്വേന്റെ ഭ്രമണപഥത്തെയാണോ ഇത് വരിക? അല്ല, ചന്ദ്രനായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം 4 തെറ്റുമാണ്. അപ്പം എല്ലാ ശരിയാണെന്നൊരു ഉത്തരം കൂടി എഴുതാൻ പറ്റും. എന്താണ്? 4 തെറ്റാന്ന് നമുക്കറിയാം. ചൊവ്വയായിട്ട് ബന്ധപ്പെട്ടല്ല വരിക. അപ്പോൾ 1, 3 ശരിയാണെന്ന് സിമ്പിൾ ആയിട്ട് കിട്ടി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ ഏത് മാത്രം ഉണ്ടാവുള്ളൂ? നമുക്ക് ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. ലോജിക്ക് വെച്ച് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ച് അതിൽ എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം എഴുതാൻ പറ്റും. 50ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇക്വേഷൻ നമ്മൾ പഠിക്കുകയാണല്ലോ. F = G × M1 × M2/r² എന്ന് ആകർഷിക്കുന്ന ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമമാണ്. അതിൽ G and R എന്നിവ യഥാക്രമം എന്താകുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ എന്താണ് G യും R എന്താണെന്ന് വെച്ചാൽ എന്താണ്? അത് ഓപ്ഷൻ ഡി ആണ്. എന്താണ്? ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം. ഏതാണ്? ഓപ്ഷൻ ഡി അല്ല, ഏതാണ്? ഓപ്ഷൻ എ ആണ്. എന്താണ്? ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്ടോണിയൻ ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്. 6.64 × 10⁻⁻11 ഇതാണ് എൻ്റെ യൂണിറ്റ് വരും. ഇവിടെ യൂണിറ്റ് നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് യൂണിറ്റ് വരിക. 6.674 × 10⁻⁻. അതേപോലെ മറ്റെന്താണ്? 2 മാസുകൾ തമ്മിലുള്ള അകലാണ്. ആരോ അല്ല വരിക. എന്താണ്? 6 എന്ന് പറഞ്ഞാൽ 2 മാസുകൾ, 2 മാസുകൾ തമ്മിലുള്ള പിണ്ഡങ്ങൾ തമ്മിലുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ഏതാണ് ഈ പറഞ്ഞ 6 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണ് വരിക. ആൻസർ ഓപ്ഷൻ എ ആണ്. നന്നായിട്ട് പഠിച്ചവർക്ക് ഇതൊക്കെ ആൻസർ ചെയ്യാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇത്രയാണ് GK വരുന്ന ക്വസ്റ്റ്യൻസ്. നമുക്ക് പൊതുവേ നോക്കുകയാണെങ്കിൽ GK നോക്കുകയാണെങ്കിൽ നമുക്ക് ഹിസ്റ്ററിയൊക്കെ താരതമ്യേന നമുക്ക് ഓപ്ഷനൊക്കെ വെച്ച് ആൻസർ ചെയ്യാൻ പറ്റുകയാണെങ്കിലും പക്ഷേ ജോഗ്രഫി നല്ല ടഫായിരുന്നു. അതുപോലെ കുറച്ച് ആൻസർ ചെയ്യാൻ പാടാണ്. വായിച്ചു വെറുതെ സമയം പോകുന്നുള്ളൂ. അതുപോലെ തന്നെ പൊതുവേ ടഫാവുന്ന ഈ പറഞ്ഞ ഏതാണ്? എക്കണോമിക്സ് ഭയങ്കര ഈസി ആയിട്ടാണ് ചോദിച്ചത്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനും എന്താണ്? നല്ല ഈസി ആയിട്ടാണ് ചോദിച്ചത്. അതിന് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ കലാസാഹിത്യവും ഈ പറഞ്ഞ സ്പോർട്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിച്ചു പോകുന്ന പോയിന്റ്സ് തന്നെയാണ്. ഡിഗ്രി എക്സാമിന് പ്രിപ്പയർ ചെയ്താൽ സംബന്ധിച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്നാൽ ലാസ്റ്റിലോട്ട് വരുന്ന സമയത്ത് കെമിസ്ട്രിയും ഫിസിക്സിനും കുറച്ചും കൂടി കെമിസ്ട്രി എന്നൊക്കെ ചോദിച്ച് ഈ പ്രോബ്ലം ഇതൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഡീപ്പ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്നാലും നമുക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ പൊതുവേ മൊത്തത്തിൽ നമ്മൾ കുഴച്ച് ചെയ്താണ് ജോഗ്രഫിയാണ് അല്ലേ? ജോഗ്രഫിയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മാത്സിൻ്റെ ആൻസറുകൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം പറഞ്ഞു പോവാം.
51ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഏതാ വരിക? ഡി ആണ് വരിക. 52ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1.50 വരും. അതുപോലെ 53ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 54ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? 54 ഓപ്ഷൻ സി ആണ്. 300% വരിക. 55ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഓപ്ഷൻ ഡി. എത്ര വരിക? 80. 55ാമത്തെ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. അതുപോലെ 56ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് 1190 ഓപ്ഷൻ എ ആണ്. 57ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ്. 7 ആണ് വരിക. 58ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഗണിത 58ാമത്തെ ആൻസർ ഏതാ വരിക? 58ാമത്തെ ആൻസർ ഓപ്ഷൻ ബി 56 ആണ് വരിക. 59ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, അതും ഓപ്ഷൻ ബി ആണ്. 59 ആണ് വരിക. 60ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. 60ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ്. 61 സി 18 ആണ്. 62ാമത്തെ ഏതാണ്? സി 17 ആണ്. അതുപോലെ 63ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി എത്രയാണ്? 20 ആണ് വരിക. 64ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 64ാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരമാണ് ഓപ്ഷൻ ബി ആണ് വരിക. 64 ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 65ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 65ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. 1/3. 66 ഏതാ വരിക? 66 സി ആണ് വരിക. 66 സി ആണ്. 67ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ബി ആണ്. 67ാമത്തെ ഏതാണ്? ബി 36 വരും. 68ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? 68ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? എ ആണ് വരിക. 69ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ഡി ആണ്. 70ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ഡി. 70ാമത്തെ ഏതാണ്? ഡി ആണ്. 150 ആണ് അല്ലേ? അതൊക്കെ ക്ലോക്ക് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് നമ്മൾ പഠിക്കുന്നതാണ്. 71ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? 71ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. 72ാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 73ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. 73 ഏതാണ്? ഓപ്ഷൻ സി ആണ്. 74ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ്. 75ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. 76ാമത്തെ എന്താണ്? എന്റർപ്രണർ. കറക്റ്റ് സ്പെല്ല് ചെയ്തതാണ്. എന്റർപ്രണർ ആണ്. 77ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? 77 എന്താണ്? ഓപ്ഷൻ ഡി ആണ്. 78ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ്. 79ാമത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ 79 ഏതാണ്? ഓപ്ഷൻ സി ആണ് വരിക. 80 ഏതാ വരിക? ഫിനോമിന അല്ലേ? 80 ഏതാ വരിക? 80 ബി ആണ്. ഫിനോമിന അല്ലേ? 80 ബി ആണ്. 81 എന്താണ്? 81 എന്താണ്? ഡി ആണ് വരിക. ഓൺലി 3. 81 ഡി. 82 ഏതാ വരിക? 82 ഡി ആണ്. അതുപോലെ തന്നെ 83 ബി ആണ്. 84ാമത്തെ ഏതാണ്? 84 സി ആണ്. 85 ഏതാണ്? 85 ഡി ആണ്. 86 സി ആണ്. 87 ബി. 88 ബി. 89 എ. 90 സി. ഇത്രയാണ് ഇംഗ്ലീഷ് വരിക. 91ാമത്തെ ആൻസർ മലയാളത്തിലേക്ക് പോകണം. 91ാണ് ബി ആണ്. ശരിയായ പദം ബി ആണ്. 92 ഏതാണ്? എ ആണ്. 92 ഏതാണ്? 92 എ ആണ് വരിക. 93 ഓപ്ഷൻ സി ആണ്. 93 ഓപ്ഷൻ സി ആണ്. 94ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? സർപ്പന എന്നാണ്. വലിയവരെ പിന്താങ്ങുക അല്ലെ? ഓപ്ഷൻ ബി ആണ്. 95 ഓപ്ഷൻ ഡി ആണ്. 96ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് വരിക. 97ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഓപ്ഷൻ ബി ആണ്. മാനക ഭാഷ. 98 എന്താണ്? പ്രേക്ഷക അല്ലെ? പ്രേക്ഷകൻ എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? പ്രേക്ഷക. 99ാമത്തെ ക്വസ്റ്റ്യൻ
99 എന്താണ് ഓപ്ഷൻ ബി ആണ്. അതുപോലെ തന്നെ 100ാമത്തെ എന്താണ് ഓപ്ഷൻ ഡി ആണ് വരിക. എന്താണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരിക. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഇംഗ്ലീഷും മലയാളമൊക്കെ നമുക്ക് അത്യാവശ്യമൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും മാത്സ് എന്നൊക്കെ. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ GK ചെയ്ത് ഇവിടത്തേക്ക് എത്തുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ ടൈം നമുക്ക് കുറേ നഷ്ടപ്പെടണം. ഭൂരിഭാഗം ആൾക്കാരും ചിലപ്പോൾ എന്താണ് ഈ പറഞ്ഞ ഇംഗ്ലീഷും മലയാളമൊക്കെ ചിലപ്പോൾ വായിച്ചു കാണുന്നില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഡിഗ്രി ലെവൽ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഇംഗ്ലീഷും മലയാളം മാത്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷും മലയാളം ക്വസ്റ്റ്യൻസ് ആദ്യം ആൻസർ ചെയ്യുക. ഓവറോൾ മാർക്ക് വരുമ്പോൾ അവിടുന്ന് സ്കോർ ചെയ്യുന്ന മാർക്സിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് എപ്പോഴും കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം, ബാക്കിയുള്ള 2 ഫേസ് എക്സാം കൂടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കട്ട് ഓഫ് വരും എന്നുള്ള കാര്യമൊക്കെ പറയാൻ പറ്റുള്ളൂ. ആ എക്സാമിൻ്റെ നിലവാരം കൂടി നോക്കേണ്ടി വരും, എത്ര ആൾക്കാർ റാങ്ക് ലിസ്റ്റിൽ മെയിൻ എക്സാമിന് യോഗ്യത എന്നുള്ള കാര്യമൊക്കെ നോക്കിയുള്ളൂ. അപ്പോൾ എല്ലാവരും എക്സാം നല്ല രീതിയിൽ എഴുതി വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.